ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നൊങ്ക് അല്ലെങ്കിൽ പനങ്ക കൊണ്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ്. ഈ പനങ്കയുടെ മുകൾ വശം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൽ ഇതുപോലെ 3 അറകളായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനുള്ളിൽ ഈ ഒരു ഫ്ലഷാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ പനങ്ക വാങ്ങിയിട്ടോ കഴിച്ചിട്ടോ ഇല്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലഷ് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഒരു വൈറ്റ് പാർട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 പനങ്കായുടെയും ഫ്ലഷ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 എണ്ണത്തിൻ്റെ എടുത്തപ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ കപ്പിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവത്തോടെ നമ്മൾ അരച്ചെടുക്കുന്നില്ല, ഇതിൽ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇത്രയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതൊരു 2 സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു പായസത്തിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ബാക്കി നമ്മൾ അരച്ചെടുക്കുന്ന കൂടെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാല് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച പാല് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും നന്നായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നൊങ്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നൊങ്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് പൊടിച്ചിട്ട് ചേർക്കുക. മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർക്കുമ്പോൾ കൂടെ നമ്മളൊരു 2 ഏലക്കയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഏലക്കയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നൊങ്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്തയും അതുപോലെ തന്നെ ബദാമും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇതൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നൊങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്